നല്ലൊരു ദിവസമായിട്ട് ആഹാരം കഴിക്കാനൊന്നുമില്ല. ഹലോ എടാ, ക്രിസ്മസ് ആയിട്ട് കുപ്പിയൊന്നും എടുക്കണില്ലേ? ഞാൻ ഷെയർ എടുത്തില്ല. നിങ്ങളൊക്കെ ഇടുമ്പോഴല്ലേ എനിക്ക് അടിക്കാൻ ഒരു അവസരം കിട്ടണ. എന്തുവാടേ? പൈസയൊന്നും ഇല്ലേ? ശരി ശരി, കുഴപ്പമില്ല. ശരി. ഇന്ന് ഇവിടെ കയറിയിരിക്കുകയാണ്. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേടാ ഇവിടെ വന്നിരിക്കരുതെന്ന്. ഇതിനു മുമ്പേ ഞാൻ നിന്നെ വിലക്കിയത്. എന്തിനാണ് നല്ല ദിവസമായിട്ട് ഇവിടെ വന്നിരിക്കണത്? നിനക്ക് തെണ്ടാൻ വേറൊരു സ്ഥലം കിട്ടിയില്ല. ക്രിസ്മസ് ആയിട്ട് ആളുകൾ പോണ വഴിയാണ്. ഇവിടെ നിന്റെ തെണ്ടലൊന്നും നടക്കൂല. ഇനി നീ ഇവിടെ ഇരിക്കണണ്ട, പിടിച്ച് ഞാൻ കായലിൽ താത്തു. എൻ്റെ അമ്മേ, ഭക്ഷണം ഇത് കഴിക്കാൻ കൂടിയില്ലല്ലോ. മൊത്തം പൊടിപടലങ്ങൾ. കായലല്ലേ, കഴുകി കഴിക്കാം. കഴിക്കാൻ ആഹാരം ഇല്ലാതിരുന്ന എനിക്ക് ദൈവം കഴിക്കാൻ തന്നു. ആഹാരം? ഇതാണോ ആഹാരം? അതെ, ഇതാണ് എനിക്ക് ദൈവം തന്ന ആഹാരം. ഇതിനേക്കാൾ നല്ല ആഹാരം എൻ്റെ വീട്ടിലുണ്ട്. നിനക്കത് കഴിക്കാം. നീ വാ. ഇതൊക്കെ ബ്രോഡരി കിടക്കുന്നതാണ്. വീട്ടിൽ നല്ല ഭക്ഷണമുണ്ട്. നീ വാ, വെച്ചു വാ. ഇല്ല, ഇതെനിക്ക് ദൈവം തന്ന ആഹാരമാണ്. എനിക്കിത് മതി. ദൈവം തന്നതിനേക്കാൾ വലിയ ആഹാരം എനിക്ക് നിങ്ങൾ തരുമോ? എനിക്കും ദൈവം തന്ന ആഹാരവും വീട്ടിലുണ്ട്. ഇതിനേക്കാൾ വലിയ ഭക്ഷണം ദൈവം തന്നതാണ്. അത് ഞാൻ നിനക്ക് തരാം. നീ വാ. ഇതിന്ന് ശകലം ഞാനും കഴിക്കും. ഇപ്പം എന്തായാലും ക്രിസ്മസ് അല്ലേ. ക്രിസ്മസ് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? നിനക്കറിയാമോ? ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഒരു പങ്കിടലിൻ്റെ അനുഭവം. അതായത് നിൻ്റെ ഭക്ഷണം എനിക്കും, എൻ്റെ ഭക്ഷണം നിനക്കും, എൻ്റെ വസ്ത്രം നിനക്കും, നിൻ്റെ വസ്ത്രം എനിക്കും പങ്കിടുന്ന ഒരു വലിയ ദിനമാണ് ക്രിസ്മസ്. അറിയാമോ? നീ വാ, നിനക്ക് ആഹാരമില്ല, നമുക്കെല്ലാം ഞാൻ തരാം.
ക്രിസ്മസ് എന്ന വലിയ ആഘോഷമല്ല, അതൊരനുഭവമാണ്. പങ്കിടലിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു വലിയ അനുഭവം. അത് എല്ലാവരിലും ഉണ്ടാകട്ടെ. എല്ലാവരുടെയും ഉള്ളങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും ജനിക്കട്ടെ. ആമേൻ.